ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. അപ്പോസ്തല പ്രവർത്തനം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു, ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചാറ്റ് GTP ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ PhD തീസ് എഴുതത്തില്ലേ? PhD തീസ് എഴുതുന്ന ആൾക്കാരല്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി, ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകളിപ്പോൾ ഉണ്ട്. ചാറ്റ് GTP പോലെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മൊബൈലും കുറേ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടിവെക്കും. അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട്, പ്രൊഫസർമാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ ഈ ഇത് മുഴുവനും അവർ അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടുന്നാണ് കട്ടെടുത്തതെന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും. പിന്നെ തീസ് തള്ളിപ്പോവും. ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് തൻ്റെ ജനമെന്ന് പറയുന്നത്. തൻ്റെ ജനം എന്ന് വെച്ചാൽ 2 ചോദ്യം ചോദിക്കത്തില്ലേ പത്രോസിനോട്? എന്താ ചോദിക്കുന്നത്? Who do you say that I am? Take the bread of water. Hallelujah. 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 8:27. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ജോസഫച്ചൻ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും. പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങൾ. അത് ഞാൻ പറഞ്ഞതല്ലേ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, ജോസഫത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ? കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ അപ്പം നിങ്ങൾ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ള എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ ആൻഡ് ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറയാം. എന്താ കാര്യം? പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം.
ആളുടെ വിഷപ്രചന്നം. യേശാവ് അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി, നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ, അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോൾ റബേക്ക അത് പാത്തു നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്. യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്ന് അറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിലും പക്ഷെ അല്ലപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ അടിച്ചു മാറ്റി ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥിതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ള എന്താണ്, ഈസ് എ ഹിപ്പോക്രാറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? ദാനിയേൽ ഒരു പറയും, ഇവന് യഥാർത്ഥ ഇസ്രായേലിലാണ്, ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റ് ആയിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രായേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ത്രില്ല് എന്താണ്, ത്രെഡ് എന്താണ്, ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനൻറ്റ്, അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം തന്നെ ത്രെട്ടുമാണ്. ഇതിൻ്റെ എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം, എല്ലാ കാലാവസ്ഥയിലും. ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പിക്കും, അതിൻ്റെ അടിയൊക്കെ തുരുമ്പിക്കും. എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒന്ന് ഒത്തുപോയി, താഴേക്ക് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? തുരുമ്പിച്ച് അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല. ഈ മനോജ് തന്നെയായിരുന്നു. കാറും ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന് ആ അടിയിൽ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ്. കാലങ്ങൾ മാറിയാൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ്? നീ യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു 90% ഹിപ്പോക്രാറ്റ്സാണ്. എന്താ കാര്യം? അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും, ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും. കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ്. ഒരുത്തൻ സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ പത്രം കൊടുത്ത് 2 മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവനെ മുട്ടി തുറന്ന് കൊടുത്തത്. ദൈവമേ, ഇവരെ പാരക്കടിക്കാഞ്ഞ ഭാഗ്യം. പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച്. എന്താ കാര്യം? അവരടിച്ചില്ല. 2 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിച്ചേക്കേ. അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ അറിയിക്കാൻ വേണ്ടി കൊടുത്ത് പോയി. ആരും ചലിച്ചില്ല. എല്ലാവരും ആ 2 മണിക്ക് എഴുന്നേറ്റ് ആദരവോടെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി. കർത്താവ് അവനോട് ഉണ്ടായിരിക്കുകയും. തിരുക്കുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻസ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2022 ഡിസംബർ 21 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും വരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോയി ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കൊരു അവസരം ലഭിച്ചതാണ് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട്, അതായത് B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതണമായിരുന്നു. B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൊഡ്യൂൾ കിട്ടാത്തത് അതൊരു ടൈം ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ റിജക്റ്റായിപ്പോവും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം B1 വെച്ച് നമുക്ക് ഒരു നേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. B2 ആണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇവിടെ വന്ന് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഞാനൊരു ഫെബ്രുവരി 19 വന്നത്. ആ മാസം 24 എനിക്ക് രണ്ടാമത് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്, ഈ അവസരത്തിൽ എന്നെ കൈവെടിയല്ല്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. അന്നത്തെ ദിവസം എനിക്ക് നടന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അന്നേ പോലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്നേരം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ പരീക്ഷയിൽ ഞാൻ കൂട്ടുവരും, നിനക്ക് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നടന്ന പരീക്ഷയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഹ്യൂറനായിരുന്നു എനിക്ക് കിട്ടാഞ്ഞത്. എന്തൊക്കെയോ ഓഡിയോ കുറേ പോകുന്നുണ്ട്, പക്ഷേ അതിലെന്താ വ്യക്തമായിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഓരോ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരയ്ക്കും. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കാശുരൂപം വെച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരും, നീ ഇതാണ് കറക്റ്റ് ആൻസർ, ഈ ആൻസറാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ ആ പരീക്ഷ മുഴുവൻ എഴുതി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ മൊഡ്യൂൾ പാസ്സായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് പെർമിറ്റിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 8 പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പല ദിവസങ്ങളായിട്ട് വർക്ക് പെർമിറ്റ് എത്തി. എനിക്ക് മാത്രം എന്നെ വിളിച്ചിട്ടുമില്ല, എനിക്ക് യാതൊരു മെയിലൊന്നും വരുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും നോർക്കയിൽ വിളിച്ചു ചോദിക്കും, അവർക്ക് എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളത്. പക്ഷേ അവരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ചിലപ്പോൾ നിനക്ക് വരാത്തത് ഇനി നിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടുന്ന് ഒരു മെയിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരണം, ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്കൊരു 1.5 മാസത്തോളം, എനിക്ക് 2 മാസത്തോളം കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു മെയിലും അവിടുന്ന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവളെന്തായാലും മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്താ, എന്നിട്ട് അവൾക്ക് മാത്രം പെർമിറ്റൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷെ അന്നേരവും എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഞാൻ പോവാത്ത അല്ലെങ്കിൽ എന്നെ മാതാവ് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാത്തതിന് എന്തെങ്കിലും മാതാവിനൊരു പ്ലാൻ കാണും. ഞാൻ ഈ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാൻ മാതാവിന് കാണും, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരുന്ന് ഞാൻ 3ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു, മാതാവേ എൻ്റെ വർക്ക് പെർമിറ്റ് വരണം. ഇനി വന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് വരാത്തെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു.
അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിലും വന്നു. അതോടൊപ്പം നോർക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വർക്ക് പെർമിറ്റ് വന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനുള്ള എല്ലാം റെഡിയായി. ടിക്കറ്റ് അവർ അയച്ചു തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 11-ാം തീയതി, അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 11-ാം തീയതി ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ജർമ്മനി ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് B2 എക്സാം ഇൻ്റർനാഷണൽ എഴുതണമായിരുന്നു. ഇൻ്റർനാഷണലിൻ്റെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ പോയവർക്കും പലർക്കും പല മോഡ്യൂൾ കിട്ടാതെ, ഇതിപ്പോൾ ഒരു മോഡ്യൂൾ പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വിടുമായിരുന്നു. അങ്ങനെ വിടും. അവർ പുതിയ അക്കോമഡേഷൻ കണ്ടെത്തണം, പുതിയൊരു ജോലി കണ്ടെത്തണം. ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയ പരിചയമൊന്നുമില്ല. ഈ പരിചയക്കുറവിനുള്ളിൽ ഇങ്ങനെ പുതിയൊരു ജോലി കണ്ടെത്തുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ, ഇവിടെയും വീണ്ടും പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ അമ്മ എന്നെ കൈവടിയല്ലേ എന്നുള്ള, അമ്മ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉപ്പ് വെതറിയിട്ട് എൻ്റെ ആൻസർ പേപ്പറിലും ഉപ്പ് ചെറുതായിട്ട് വെതറിയിട്ട് ഞാൻ പരീക്ഷ എഴുതാറുള്ളായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ എണ്ണ നെറ്റി കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലി, അങ്ങനെ മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് B2 മാത്രമല്ല, പിന്നെ കെൻറ്റനിസയുടെ ഒരു പരീക്ഷയും കൂടെയാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടഫാണ്. കാരണം വൈവയായിട്ടാണ്, നമുക്ക് എഴുത്ത് പരീക്ഷയല്ല. അവർ ചോദിക്കുന്നതനുസരിച്ച് ഒരു 45 മിനിറ്റോളം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും ജർമ്മൻ ഭാഷയുള്ളൂ, വേറെ ഭാഷയൊന്നും അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആ സമയത്തെല്ലാം എനിക്ക് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാനുള്ള കൃപാവരം എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്നു. ഈ 2 അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ മിനിങ്ങാന്നും വന്നു. പക്ഷെ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സാക്ഷ്യം പറയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനെയും കണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും അതൊരു എന്താ പറയുക, അവർക്ക് എല്ലാവരും എന്നെപ്പോലെ വിഷമിക്കുന്ന കുറേ പേര് കാണും. അവർക്ക് എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. കാരണം എനിക്ക് ഈ പ്രേരണ കിട്ടിയത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ഓരോ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് കൂടുതൽ മാതാവിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാതാവ് നമുക്ക് പറഞ്ഞു തരും, നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പലരെ സഹായിക്കാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഈവൻ ജർമ്മൻകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാള പത്രം ഞാൻ കൊണ്ടുപോയില്ല, പകരം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ജർമ്മൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് അവർക്ക് നമ്മുടെ കൃപാസനം പത്രം ഞാൻ കൊടുത്ത് നമ്മുടെ മാതാവിനെ പറ്റി എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം മാതാവിനെ എനിക്ക് പറയാൻ, മറ്റുള്ളവരിലേക്ക് മാതാവിനെ എത്തിക്കാനുള്ള കൃപാവരം മാതാവും ഈശോയും എനിക്ക് തന്നു. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നാട്ടിലുള്ള ആൾക്ക് വയ്യാതെ, അതായത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുണ്ട്. അപ്പോൾ അവർ ഫിനാൻഷ്യലി ഒത്തിരി വീക്കായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളവിടെ ചെന്നിട്ടേ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു തുക ആ വ്യക്തിക്ക് നൽകി. പിന്നെ ഇതുപോലെ ഫിനാൻഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരായിട്ട് അറിയുന്ന പലരും കാണും, അവർക്ക് നമ്മളിൽ കഴിയുന്ന ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവിടെയുള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം ചിലരെ കാണാറുണ്ട്, അവർ ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പള്ളിയുടെ തന്നെ ഞാൻ ചെന്ന ശേഷമാണ് അവിടെ ഒരു മലയാളം കുർബാനയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി.
ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു മലയാളം കുർബാനയും അവിടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും അങ്ങനെ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള അവസരവും മാതാവ് എനിക്ക് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനുപ്രിയ എഡ്വിൻ. ഞാൻ തൃശ്ശൂർ ഉല്ലൂക്കര ഇടവകയെന്ന് വരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ വിഷമവും ബുദ്ധിമുട്ടുകളും രോഗത്തിൻ്റെ വിഷമങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന അവസരത്തിലാണ് യൂട്യൂബിലൂടെ വീഡിയോ കണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ഉടമ്പടി എടുത്തത് 2024 നവംബറിലാണ്. അപ്പോൾ ഉടമ്പടിയിലെ നിയോഗത്തിലൊന്ന് എനിക്ക് ആദ്യത്തെ കുട്ടിക്ക് 6 വയസ്സായി. അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടി ആകുന്നില്ലായിരുന്നു. അതിന് ഓവുലേഷൻ മെഡിസിനും ഫോളിക് ആസിഡും ഒക്കെ 3 വർഷത്തോളമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഉടമ്പടി എടുത്ത് 3ാമത്തെ മാസം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. ആ കുട്ടീനെയായിട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും വയറിൽ പുരട്ടാറുണ്ടായിരുന്നു. അപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ആദ്യത്തെ അൾട്രാസൗണ്ടിൽ ഹാർട്ട് ബീറ്റും ഇല്ലായിരുന്നു, പിന്നെ സിസ്റ്റും ഉണ്ടായിരുന്നു. അത് ആകെ ടെൻഷനായിരുന്നു ഇങ്ങനെ. പക്ഷെ എന്നാലും മാതാവിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി തൈലം എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാം മാസത്തിലെ അൾട്രാസൗണ്ടിൽ സിസ്റ്റും മാറി, ഹാർട്ട് ബീറ്റും കിട്ടി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുടനീളം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് കിഡ്നിക്ക് നീർക്കെട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡെലിവറി കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്തപ്പം കുട്ടി പൂർണ്ണമായിട്ട് നോർമലായി. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എനിക്ക് സാധാരണ ഇൻഷുറൻസ് കിട്ടാറില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഇത് വഴിയായിട്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു. ഇൻഷുറൻസും കിട്ടി. നോർമൽ ഡെലിവറിയിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോന് 6 വയസ്സായി. ഇൻഹേലറും അലർജിയുടെ അസുഖമുണ്ട്. ഇൻഹേലർ എന്നും അസുഖമാണ്. എല്ലാ മാസവും ജൂൺ മാസത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും. അപ്പോൾ അത് എനിക്ക് ഏറെ വിഷമമാണ്. കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കുട്ടി ഫുഡും കഴിക്കില്ല. ആകെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടില്ല. കുട്ടിക്ക് ആരോഗ്യത്തിൽ ഇപ്പം രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ കഴിഞ്ഞും ബെറ്ററായിട്ടുണ്ട് കുട്ടി. പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതിനൊക്കെ നല്ല മാറ്റം വന്നു. പിന്നെ ഉടമ്പടിയിലായിരുന്നപ്പോൾ ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്യുന്നതിൻ്റെ ഒപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോ കോപ്പി എടുത്ത് പ്രാർത്ഥനയോടുകൂടി ഓരോരുത്തർക്കും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൊഫഷണലി നേഴ്സാണ്. അപ്പം ആ കൂടെ ഞാൻ കാണാൻ പോകുന്ന രോഗികളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, മാനസികമായിട്ടുള്ള സപ്പോർട്ട്, സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ജീസസ് യൂത്തിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ. അത് കഴിഞ്ഞ് പ്രാർത്ഥനാ ജീവിതവും കുർബാനയിൽ പങ്കെടുക്കുന്നതൊക്കെ കുറഞ്ഞു. ഈ ഉടമ്പടിയിലേക്ക് വന്നേ പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും കൂദാശ ജീവിതത്തിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റായി. മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനും ഒക്കെയുള്ള മാനസികാവസ്ഥ വന്നു. പിന്നെ കുടുംബത്തിലും ജോലി സ്ഥലത്തും നല്ല സമാധാനം കിട്ടി.
ഉടമ്പടി തൈലം എന്നും കുട്ടികളുടെ നെറ്റിയിലും അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, എന്നാലും പറയാൻ പറ്റാതെ ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഞാൻ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൂടെ എനിക്ക് പരിശുദ്ധ അമ്മ ഉണ്ട്, എനിക്ക് വേറെ ആരും സഹായമില്ല. പരിശുദ്ധ അമ്മയുടെ സഹായം വഴിയാണ് ഇന്നിവിടെ ഈ അൾത്താരയിൽ നിങ്ങളുടെ എല്ലാം മുമ്പിൽ എനിക്ക് നിൽക്കാനൊരവസരം കിട്ടിയത്. കാരുണ്യ പ്രവൃത്തി ഞാൻ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് മെൻ്റൽ സപ്പോർട്ട് നൽകാറുണ്ട്, സാമ്പത്തികമായിട്ടും പറ്റുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്.